ഈശ്വരോ ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. കല്ലേരിയൻ മാനുവൽ മീഡിയയുടെ ദൈവ സന്ദേശത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യും. യോഹന്നാൻ 11:7 പറഞ്ഞു, എൻ്റെ വചനം നിങ്ങൾ എന്നിലുമാണെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നുണ്ട്. ദൈവവചനം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഇച്ഛിച്ചാൽ നടക്കൂ. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുത്തണം. 1 കൊരിന്ത്യർ 4:20 പറഞ്ഞു, ദൈവരാജ്യം വചനത്തിലല്ല, അത് ശക്തിയിലല്ല. അപ്പോൾ ദൈവരാജ്യം വചനത്തിൽ, ഈ വചനം ചുമ്മാ വായിച്ചു വിടുന്നവർക്ക് ഇതിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഈ ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വചനം യശയ്യാ 55:11 പറഞ്ഞ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരുന്നു. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ പറയുന്ന കാര്യം സാധിച്ചിട്ട്. അപ്പോൾ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വചനം അവിടെ ചെന്ന് അതിൻ്റെ ക്രിയ ചെയ്ത് അത് എന്താണ് വിഷയം, ആ വിഷയത്തിൻ്റെ നടുവിൽ പരിഹാരം കണ്ടെത്തി അത് മടങ്ങി വരുന്നത്. 107 സങ്കീർത്തനം 20, എൻ്റെ വചനം അയച്ച് ഞാൻ അവരെ സൗഖ്യമാക്കി, അവരെ കുഴികളിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുത്തും. 147 സങ്കീർത്തനം 18 പറയുന്നു, അവൻ വചനത്തെ അയച്ച് ഒഴുക്കുന്നു, കാറ്റൊഴുക്കി തടഞ്ഞ് ഒഴുക്കും. അത്ഭുതമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ഒന്ന് ഒരുക്കുന്നു, ഒന്ന് കാറ്റടിപ്പിച്ച് അതിനെ ഒഴുക്കുന്നു. 147 സങ്കീർത്തനം 15 പറഞ്ഞ്, അവൻ ആജ്ഞ പുറപ്പെടുവിക്കുന്ന തന്നെ ദൈവത്തിൻ്റെ വചനം അതിവേഗം ഒഴുകും. ദൈവം ഒന്ന് ആജ്ഞ കൽപ്പിച്ചാൽ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം അതിവേഗം ഒഴുകും. കാരണം ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. എബ്രായർ 4:12 പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയുള്ളതും സത്യമഞ്ചങ്ങളെ ആത്മാവിനെ കാണുകയും ഇത് വേർപെടുവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നത്. ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. യിരെമ്യാവ് 23:29 പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം തീ പോലെ പാറയിൽ താരത്തിന് ചുറ്റുകയാണ്. തകർക്കേണ്ടതിനെ തകർക്കും, കത്തിക്കേണ്ടതിനെ കത്തിക്കുവാൻ കഴിവുള്ള ദൈവവചനത്തിൻ്റെ ശക്തി. ഈ വചനം ആരാണ്? വചനം എന്താണ്? യോഹന്നാൻ 1:1 പറഞ്ഞ്, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളുടെ നടുവിൽ, ഏത് കഷ്ടതയുടെ നടുവിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ വിടുവിക്കുവാൻ കഴിയും. അതാണ് മത്തായി 24:35 പറഞ്ഞ്, ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനം ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല. മത്തായി 5:17 പറഞ്ഞ, ന്യായപ്രമാണത്തിൽ പ്രവാചകന്മാർ നീക്കുവാൻ വന്നാണ്, നിവർത്തിപ്പാനാണ് യേശു വന്നത്. സദർശനത്തിൽ 30:6 പറഞ്ഞ, എൻ്റെ വചനത്തിൽ നീ എന്തെങ്കിലും കൂട്ടിയാൽ ഞാൻ വിസ്തരിച്ചിട്ട് നീ കള്ളനാകരുത്. വെളിപ്പാട് 22:18 പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയൊക്കെ നിൽക്കുന്നതിൻ്റെ പേര് ജീവനെ പുസ്തകത്തിൽ മാറ്റുക. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തരാം. യേശുവിൻ്റെ നാമത്തിൽ.